നൂർണി ഇൻഫോടെക്കിന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനി ക്രിയേഷനും അതോടൊപ്പം തന്നെ അതിൽ വരുന്ന സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ്. അതായത് കമ്പനി ഫീച്ചേഴ്സ്, കമ്പനി കോൺഫിഗറേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ടാലി സോഫ്റ്റ്വെയർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, tallysolution.com പറഞ്ഞിട്ട്. അതിനകത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ടാലി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ടാലി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാലി പ്രൈം പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ഈ ടാലി പ്രൈമിൻ്റെ ലോഗോ പറയുന്നത് ഇതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടാലി പ്രൈം സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആണ് കാണാം. അതിൽ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് ഉണ്ട്, പിന്നെ യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം നമ്മൾ ലൈസൻസ് എടുത്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ലൈസൻസ് എടുത്തതാണെങ്കിൽ അത് റീആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ പുതിയ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് പോകുന്നത്. ഇതാണ് ടാലി പ്രൈമിൻ്റെ ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിനകത്ത് കറണ്ട് പീരീഡ് കാണിക്കും. നമ്മൾ ഏത് മന്ത് മുതൽ ഏത് മന്ത് വരെയാണ് യൂസ് ചെയ്യുന്നുള്ള ആ ഒരു കറണ്ട് പീരീഡ് കാണിക്കും. പിന്നെ കറണ്ട് ഡേറ്റ് കാണിക്കും. അപ്പോൾ ഇവിടെ ഡേറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ റോങ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ വരുന്നത് നമ്മൾ ഏതെങ്കിലും കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പറയുന്നതാണ് ഗേറ്റ് വേ ഓഫ് ടാലി. അതായത് ടാലിക്കകത്ത് നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും അതുപോലെ മാസ്റ്റേഴ്സൊക്കെ ഇതിനകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റും കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാം. പിന്നെ മേലെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കമ്പനി ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഡാറ്റ എക്സ്ചേഞ്ച്, ഇമ്പോർട്ട് എക്സ്പോർട്ട് പറഞ്ഞൊരു ഫീൽഡ് അതിനകത്തുണ്ട്. പിന്നെ പറയുന്നത് ഗോ ടു ഓപ്ഷനാണ്. ഗോ ടു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും റിപ്പോർട്ട്സ് എടുക്കണമെങ്കിൽ ആ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് എടുക്കുക. അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ ഇവിടെ തന്നെ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു റിപ്പോർട്ടിലോട്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഒരു പുതിയ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് രീതിയിലൂടെ പോകാം. ഒന്ന് വന്നിട്ട് ഇവിടെ കമ്പനി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനിലൂടെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ F3 പറഞ്ഞ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ കമ്പനി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് കമ്പനി പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, ഇതിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഈ ഒരു ഓപ്ഷനിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കെ അതിൻ്റെ അടിയിലൊരു വര, അതായത് നമ്മൾ ഓൾട്ട് കെ ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ കെ കഴിഞ്ഞിട്ട് ഒറ്റ അണ്ടർലൈനേ ഉള്ളൂ വെച്ചാൽ അത് ഓൾട്ട് കെ ആണ്. സപ്പോസ് ഇവിടെ കെ പറഞ്ഞ ലെറ്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ ജസ്റ്റ് നമ്മുടെ കീബോർഡിലുള്ള കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഉണ്ടോ F3 പറയുമ്പോൾ അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ F3 പ്രസ് ചെയ്താൽ മതി കമ്പനി ക്രിയേഷനിലോട്ട് പോകാം. അല്ലെങ്കിൽ ഈ F3ൻ്റെ താഴെ ഇപ്പോൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ F3ൻ്റെ താഴെ ഒരു ലൈൻ ഉണ്ട്, ഒരു അണ്ടർലൈൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾട്ട് F3 ആണ് പ്രസ് ചെയ്യേണ്ടത്. എന്തിന്? കമ്പനി സെലക്ട് ചെയ്യാൻ. ഇനി അതേസമയം നമ്മുടെ ആ ഒരു ലെറ്ററിന് താഴെ രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് എന്നാണ് അതിൻ്റെ അർത്ഥം. കൺട്രോൾ പ്ലസ് F3 ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രസ് ചെയ്യേണ്ടത്. അത് വന്നിട്ട് ഷോർട്ട് കമ്പനിയിലോട്ടാണ് പോവാം. അപ്പോൾ അണ്ടർലൈൻ ഒന്നും ഇല്ലാതെ ഒരു ആൽഫബറ്റ് ആണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് ആ ഒരു ആൽഫബറ്റ് ആണ്. ഒറ്റ അണ്ടർലൈൻ ഉണ്ട് എങ്കിൽ അത് ഓൾട്ട് പ്ലസ് F3 ആണ്. രണ്ട് അണ്ടർലൈൻ ഉണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് F3 ആണ്. അപ്പോൾ അതിൽ എല്ലാ ഓപ്ഷനിലും അങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ കെ കഴിഞ്ഞിട്ട് താഴെ ഒറ്റ ലൈൻ ഉണ്ട്, അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഓൾട്ട് കെ ആണ്. അപ്പോൾ ഓൾട്ട് കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ക്രിയേഷൻ്റെ പേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കമ്പനിയിൽ ക്ലിക്ക് ചെയ്തു. ഇതിവിടെ ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പേജിലോട്ടാണ് പോകുന്നത്. ഈ പേജിലാണ് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം കമ്പനി ഡാറ്റ പാത്ത് ഉണ്ട്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഡാറ്റ പാത്താണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ടാലി പ്രൈം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പാത്ത് അവിടെ സെറ്റ് ആയിട്ടുണ്ടാകും. വേണമെങ്കിൽ ഈ ഒരു പാത്ത് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള പാത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ സ്പെസിഫൈ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പാത്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സെലക്ട് ഫ്രം ഡ്രൈവ് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിൽ നിന്ന് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പാത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ പഴയ പാത്ത് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആ ഒരു പാത്ത് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ കമ്പനി നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നൂർണി ഇൻഫോടെക് എന്ന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ മെയിലിംഗ് നെയിം സെയിം നെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കാം. നൂർണി പാലക്കാട് എന്ന് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്യാം.
നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ കമ്പനി ഏത് സ്റ്റേറ്റിലാണോ ആ ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ GST ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കേരള എന്ന് കൊടുക്കാം. KER എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ കേരള സെലക്റ്റഡ് ആയി വരും. ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്താൽ മതി. പിന്നെ കൺട്രി ഇന്ത്യ ഓൾറെഡി വരും. പിന്നെ പിൻകോഡ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഓരോന്നായി സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ആണ്. അതായത് നമ്മുടെ കമ്പനി ഏത് അക്കൗണ്ടിങ് പീരീഡിൽ, അതായത് ഏപ്രിൽ മുതൽ മാർച്ച് ആണോ അല്ലെങ്കിൽ ജൂൺ മുതൽ ഏപ്രിൽ വരെയാണോ, അങ്ങനെ നമ്മൾ ഏത് മാസങ്ങളിലാണോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുന്നത് ആ ഒരു മാസമാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഏപ്രിൽ 2024 ആണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 25 ആക്കാം, പക്ഷേ 25 ഏപ്രിൽ ആവാത്തതുകൊണ്ട് ഓക്കെ നമുക്കവിടെ കൊടുക്കാം. പിന്നെ വരുന്നത് ബുക്സ് ബിഗിനിങ് ഫ്രം ആണ്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 2025 പക്ഷേ നമ്മുടെ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത് ചിലപ്പോൾ ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ്യിലൊക്കെ ആയിരിക്കും. ആ ഒരു ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. ഫസ്റ്റ് ഏപ്രിൽ 2025 തന്നെ കൊടുക്കാം. പിന്നെ വരുന്നത് ബേസ് കറൻസി സിമ്പിൾ ആണ്. അതായത് നമ്മുടെ ട്രാൻസാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കറൻസിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൽ കറൻസി സിമ്പിൾ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ റുപ്പീസിൻ്റെ സിമ്പിളാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫോമൽ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡോളർ ആണെങ്കിൽ ഇവിടെ ഡോളർ കൊടുക്കുക, ഫോമൽ നെയിമിൻ്റെ അവിടെ ഡോളർ എന്ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആക്സെപ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതായത് നമ്മൾ സേവ് ചെയ്യണോ വേണ്ടേ. നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് സേവ് ആവും, നോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് സേവ് ആവുന്നതായിരിക്കില്ല. ഇപ്പോൾ സേവ് ചെയ്യാനുള്ള വേറൊരു ഷോർട്ട് കട്ട് കീ ഉണ്ട്, Ctrl+A. നമ്മൾ Ctrl+A കൊടുത്താലും സേവ് ആവുന്നതായിരിക്കും. ഞാനിവിടെ എസ് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് സേവ് ആയിരിക്കും. അപ്പോൾ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി പറഞ്ഞൊരു മെസ്സേജ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനീസിന് ആവശ്യമുള്ള ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യാമെന്നാണ്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ ഇവിടെ 3 മെയിൻ ഫീച്ചേഴ്സ് കാണാം. അതായത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇൻവെന്ററി ഫീച്ചേഴ്സ്, ടാക്സേഷൻ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സിൽ നമുക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ നേരെ യെസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ യെസ് കൊടുക്കാം, ബാക്കിയെല്ലാം നോ കൊടുക്കാം. ഇനി നമുക്ക് ബിൽ വൈസ് എൻട്രി എനേബിൾ ചെയ്യണമെങ്കിൽ അതും യെസ് കൊടുക്കാം. അതുപോലെ ഇൻവെന്ററി എനേബിൾ ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കാം. അപ്പോൾ ഏതൊക്കെ ഫീച്ചേഴ്സാണോ നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. അക്കൗണ്ടിങ് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സെക്ഷൻ മാത്രം എനേബിൾ ചെയ്യാനാണ് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഇൻവെന്ററി പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനും, അതുപോലെ സ്റ്റോക്ക് ഐറ്റം എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും, അതുപോലെ സെയിൽ ചെയ്യാനൊക്കെയാണ് ഈ ഇൻവെന്ററി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ടാക്സേഷൻ ആണ്. ടാക്സേഷൻ പറയുമ്പോൾ നമ്മുടെ GST, TDS, TCS പോലത്തെ എല്ലാ ടാക്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവും. അപ്പോൾ ഏത് ടാക്സ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ടാക്സിന് നേരെയുള്ള ഓപ്ഷൻ മാത്രം എസ് ആക്കി കൊടുക്കാം. പിന്നെ ഈ ഫീച്ചേഴ്സ് കൂടാതെ നമുക്ക് ഇനിയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഷോ മോർ ഫീച്ചേഴ്സിൻ്റെ അവിടെ നോന് പകരം എസ് ആക്കി കൊടുക്കാം. അപ്പോൾ എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കാണാം. അതിനകത്ത് പേറോള്, ഓൺലൈൻ ആക്സസ്, അതേഴ്സ് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതുകൂടാതെ വീണ്ടും കുറച്ചും കൂടി നമുക്ക് ഫീച്ചേഴ്സ് കാണണമെങ്കിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും എസ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് നോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇത് വീണ്ടും എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും എനേബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് കമ്പനി ഫീച്ചേഴ്സ് വരുന്നത്. കമ്പനി ഫീച്ചേഴ്സിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് F11 ആണ്. അപ്പോൾ നമ്മൾ ടാലി പ്രൈം ഇൻ്റർഫേസിൽ നിന്ന് F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കമ്പനി ഫീച്ചേഴ്സിലോട്ട് വരാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഫീച്ചേഴ്സൊക്കെ എനേബിൾ ചെയ്തതിന് ശേഷം സെൻറ്റർ അടിച്ച് പോയിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+A പ്രസ് ചെയ്തിട്ടും സേവ് ചെയ്യാം. ഈ ഒരു സ്ക്രീൻ പറയുന്നത് നമ്മൾ GST എസ് ആക്കി എനേബിൾ ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കമ്പനിയുടെ GST രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മുടെ GST ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാലാണ് ആ സ്ക്രീനിലോട്ട് പോകുന്നത്. സെൻറ്റർ അടിക്കാം. അതായത് നമുക്ക് Ctrl+A എടുത്തിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ പേറോൾ എനേബിൾ ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പേറോൾ എടുക്കുമ്പോൾ വിശദീകരിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എനേബിൾ ചെയ്തതിന് ശേഷം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം, എസ് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് Ctrl+A പ്രസ് ചെയ്താലും ഈ എൻ്റർ അടിച്ച് പോകുന്നതിന് പകരം ഡയറക്റ്റ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് സേവ് ചെയ്ത് പോകാവുന്നതാണ്. എസ് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ.
നെക്സ്റ്റ് കുറച്ച് ഓപ്ഷൻസ് വരുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി ഡീറ്റെയിൽസ് വല്ലതും ഓൾട്ടറേഷൻ നടത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഓൾട്ടർ പറഞ്ഞ ഓപ്ഷനിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഓൾട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഉണ്ടാവും. അതിൽ ഏത് കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് ഓൾട്ടർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ നൂറിനി ഇൻഫോടെക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ കമ്പനി ക്രിയേഷൻ പേജിലോട്ടാണ് പോവുക. പക്ഷേ നമ്മളിവിടെ പേര് കമ്പനി ക്രിയേഷന് പകരം കമ്പനി ഓൾട്ടറേഷൻ എന്നായിരിക്കും മാറിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ടെലിഫോൺ നമ്പറോ ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഫേക്ക് ആയിട്ടുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് എൻ്റർ അടിച്ച് പോവാതെ നമുക്ക് Ctrl+A പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കമ്പനി ഓൾട്ടർ ചെയ്യാം. നമുക്ക് ജസ്റ്റ് നോക്കാം ഇപ്പോൾ ഓൾട്ടറേഷൻ ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ടോയെന്ന്. ഒന്നുകൂടി ഇൻഫോടെക് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കമ്പനിനകത്ത് നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ പറയുന്നത് ചേഞ്ച് വരുന്ന ഓപ്ഷനാണ്. അപ്പോൾ ചേഞ്ച് ഓപ്ഷൻ എന്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നൂറിൻ ഇൻഫോടെക് പറഞ്ഞൊരു കമ്പനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കമ്പനി ചേഞ്ച് ചെയ്തിട്ട് വേറൊരു കമ്പനി സെലക്ട് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ചിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 കമ്പനിയാണ് ലിസ്റ്റിൽ കാണുന്നത്. അപ്പോൾ നൂറിൻ ഇൻഫോടെക്കിൽ ചേഞ്ച് ചെയ്തിട്ട് ജയ ഇലക്ട്രോണിക്സ് എടുക്കണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറൻ്റ് ഇപ്പോൾ ജയ ഇലക്ട്രോണിക്സിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിക്ക് സ്വിച്ച് ചെയ്യാനാണ് ചേഞ്ച് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ ആ ഒരു ഓപ്ഷനിലൂടെ പോകണമെന്നില്ല. അതിന് പകരം ഇപ്പോൾ നൂറിൻ ഇൻഫോടെക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വരുന്ന ഓപ്ഷനാണ് സെലക്ട് ഓപ്ഷൻ. ഇപ്പോൾ സെലക്ട് ഓപ്ഷനും ചേഞ്ച് ഓപ്ഷനും പർപ്പസ് ഒന്നാണ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി സെലക്ട് ചെയ്യാം. പക്ഷേ ഇതിനകത്തുള്ള വ്യത്യാസം പറഞ്ഞാൽ ചേഞ്ചിൽ വന്നിട്ട് നമ്മുടെ ഇൻ്റർഫേസിൽ ഏതൊക്കെയാണോ കമ്പനീസ് കാണുന്നത് അത് അവ തമ്മിലാണ് ചേഞ്ച് ചെയ്യുള്ളൂ. പക്ഷേ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഏതൊക്കെ കമ്പനീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ കമ്പനീസിൻ്റെയൊക്കെ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിൽ ഏതൊക്കെ കമ്പനീസ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ കമ്പനീസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏത് കമ്പനിയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന ഓപ്ഷനാണ് ഷട്ട് കമ്പനി. അതായത് നമ്മൾ ഒരു കമ്പനി ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഷട്ട് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള കമ്പനീസിൻ്റെ ലിസ്റ്റിൽ ഏത് കമ്പനിയാണോ ഷട്ട് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ ജയ ഇലക്ട്രോണിക്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടെ നിന്ന് ജയ ഇലക്ട്രോണിക്സ് പറഞ്ഞ കമ്പനി ഷട്ട് ചെയ്ത് പോയിണ്ടാവും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മൾ കമ്പനി ക്രിയേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. ക്രിയേറ്റ്, ഓൾട്ടർ, ചേഞ്ച്, സെലക്ട്, ഷട്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിനൊക്കെ നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്. F3, Alt+F3, Ctrl+F3 വേണ്ട. അപ്പോൾ ഷോർട്ട് കട്ട് കീ ഒക്കെ നന്നായി പഠിച്ചിരിക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും അത്. പിന്നെ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ മെത്തേഡായ കമ്പനിയിലും ഇതേ ഓപ്ഷൻസ് ആണ് വരുന്നത്. കമ്പനി ക്രിയേറ്റ് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, സെലക്ട് ചെയ്യാം, ഷട്ട് ചെയ്യാം. ഇതിനകത്ത് വരുന്ന മറ്റൊരു ഓപ്ഷൻ പറയുന്നത് ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ ആരോയും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡേറ്റും ഉണ്ടാവും, പീരീഡ് ഉണ്ടാവും. ഡേറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് F2, പീരീഡിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Alt F2 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡേറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റുന്നതനുസരിച്ച് ഇവിടുത്തെ ഡേറ്റും ഇവിടുത്തെ കറണ്ട് പീരീഡും മാറുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഡേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് വന്നിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് ഓരോ മാസത്തെയും ആദ്യത്തെയും രണ്ടാമത്തെ ഡേറ്റും അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റും മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ ലൈസൻസ് എടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ ഡേറ്റും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ഇവിടെ ഏതെങ്കിലും ഡേറ്റ് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 01 ആക്കാം. അതായത് 1/3/24 എന്ന് കൊടുക്കാം. മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഡേറ്റ് ആയിരിക്കും കറണ്ട് ഡേറ്റിൽ വരുന്നുണ്ടാവാം. ഇനി അതേസമയം നമുക്ക് പീരീഡ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2023 പകരം 2024 കൊടുക്കാം. പിന്നെ 31 മാർച്ച് 2025 കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കും. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഡേറ്റ് നമ്മൾ കൊടുത്ത പീരീഡിലോട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡേറ്റ് മാറ്റാവുന്നതാണ്. ഗേറ്റ്വേ ഓഫ് ടാലി എടുക്കുകയാണെങ്കിൽ അത് വന്നിട്ട് ഒരു 3-4 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻ, യൂട്ടിലിറ്റീസ്, റിപ്പോർട്ട്സ് ഇവയൊക്കെയാണ്. മാസ്റ്റേഴ്സിൽ വന്നിട്ട് നമുക്ക് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് ഉണ്ട്, ഇൻവെൻട്രി മാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ പേറോൾ മാസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസാക്ഷണൽ വൗച്ചേഴ്സിൽ വന്നിട്ട് ഇൻവെൻട്രി വൗച്ചേഴ്സ്, അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്.
നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്ന് പഠിച്ച ക്ലാസ്സിന്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ പഠിച്ചത് ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അതിനുശേഷം നമ്മൾ കമ്പനീൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതോടൊപ്പം ഒരു കമ്പനി എങ്ങനെ ഓൾട്ടർ ചെയ്യാം, അതെങ്ങനെ ചേഞ്ച് ചെയ്യാം, ഒരു കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് എങ്ങനെ സ്വിച്ച് ചെയ്യാം, ഒരു കമ്പനി എങ്ങനെ ഷട്ട് ചെയ്യാം എന്നിവയെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ഫോക്കസ് ചെയ്തത്. നൂൺ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.